നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ അങ്കമാലി കോടതി ഇന്ന് വിധി പറയും. കഴിഞ്ഞ ദിവസം അടച്ചിട്ട കോടതി മുറിയിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് മജിസ്ട്രേറ്റ് വിധി പറയുന്നത്. കേസന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘം ഇന്ന് നിർണായക നീക്കങ്ങൾ നടത്തുമെന്നാണ് സൂചന. നടി ആക്രമിക്കപ്പെട്ട കേസിലെ തുടരന്വേഷണം അവസാന ഘട്ടത്തിലെത്തിയതോടെ തിരക്കിട്ട രഹസ്യ നീക്കങ്ങളുമായി അന്വേഷണ സംഘം മുന്നേറുകയാണ്. ദിലീപുമായി അടുപ്പമുള്ളവരെയെല്ലാം ചോദ്യം ചെയ്തു കഴിഞ്ഞ അന്വേഷണ സംഘം മൊഴികൾ വീണ്ടും പരിശോധിച്ചു വരികയാണ്. ഏറ്റവും ഒടുവിലായി ചോദ്യം ചെയ്ത കാവ്യ മാധവൻ, അമ്മ ശ്യാമള, ഗായിക റിമി ടോമി എന്നിവരുടെ മൊഴികളിൽ ഇനിയും വ്യക്തത വരാനുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. അതിനാൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചു വരികയാണ്. പ്രധാന തെളിവായ ഫോണും മെമ്മറി കാർഡും എവിടെയാണെന്ന് സംബന്ധിച്ച് പൾസർ സുനിയും സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയും വ്യത്യസ്തമായ മൊഴിയാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതുവരെ ചോദ്യം ചെയ്യൽ തുടരും. അപ്പം കേസ് നമ്മൾ അന്വേഷണം പൂർത്തിയാക്കാനുള്ള ശ്രമത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം പെട്ടെന്ന് തന്നെ കേസ് അന്വേഷണം പൂർത്തിയാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആരൊക്കെ വിളിക്കണം, ആരൊക്കെ അറസ്റ്റ് ചെയ്യണമെന്ന് നോക്കിയാൽ ആവശ്യമെങ്കിൽ അത് ചെയ്യുമല്ലോ. അതേസമയം മുഖ്യപ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ അങ്കമാലി കോടതി ഇന്ന് വിധി പറയും. വാദിയുടെ അഭിമാനവും സുരക്ഷയും മുൻനിർത്തി പ്രോസിക്യൂഷൻ ഇൻ ക്യാമറ നടപടി ആവശ്യപ്പെട്ടതനുസരിച്ച് അടച്ചിട്ട കോടതി മുറിയിലാണ് കഴിഞ്ഞ ദിവസം വിശദമായ വാദം കേട്ടത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.